ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോർച്ച. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. കേരളത്തിൽ ഇതൊരു പുതുവർഷത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞ പോലെയല്ലേ വിഷു ആഘോഷം, എല്ലായിടത്തും പല സമയത്ത് ഇന്ത്യയിൽ. അപ്പോൾ നമ്മുടെ ജീവിതം പുതിയതാകട്ടെ. ദൈവകൃപയാൽ പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഇനി അനുഗ്രഹത്തിൻ്റെ പെരുമഴ, പുതിയത് എല്ലാം പുതുമയിൽ അനുഗ്രഹത്തിൻ്റെ പെരുമഴയായിട്ട് പുതിയതായിട്ട് തുടങ്ങട്ടെ. ഒരു ബൈബിൾ വാക്യം പറഞ്ഞിട്ട് വിഷുവിൻ്റെ അനുഗ്രഹം, ദൈവം തരുന്ന അനുഗ്രഹം പറയാവേ. ആവർത്തന പുസ്തകം 28 അധ്യായം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ ദൈവത്തെ ആശ്രയിക്കുന്നവനാണല്ലോ അനുഗ്രഹം കിട്ടണേ. നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതിയേക്ക് മീതെ ഉന്നതനാക്കും. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. ആമേൻ എന്ന് പറഞ്ഞാൽ ദൈവനാമത്തിൽ ഇതെന്നെ സംഭവിക്കട്ടെ എന്നാട്ടോ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളൊക്കെയും നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. ആമേൻ ആമേൻ. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോവും. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. തലമുറകൾ വിശുദ്ധ ജനം എന്നറിയപ്പെടും. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. നിനക്ക് തരുമെന്ന് യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ ഫലത്തിലും നിന്റെ നിലത്തിലും ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. ആമേൻ. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേല ഒക്കെയും അനുഗ്രഹിക്കപ്പെടാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറന്ന് നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും. എന്നാൽ നീ വായ്പ വാങ്ങിയില്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നിലും വിട്ട് അന്യ ദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. അപ്പം ദൈവത്തെ ആശ്രയിക്കുന്നവന് ഈ വിഷുവിൻ്റെ ആശംസകൾ ഇതെല്ലാം ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. ദൈവം വാലല്ല തലയാക്കും. നമ്മളെ പട്ടണത്തിൽ ഉയർത്തി മാനിക്കും. നമ്മൾ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. പുതുവർഷം സമൃദ്ധി, അപ്പടി സമൃദ്ധിയല്ലേ പറഞ്ഞത്. ആ സമൃദ്ധിയും സമാധാനവും സന്തോഷവും സ്വസ്ഥതയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കളൊക്കെ ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നതനും ശ്രേഷ്ഠമാകട്ടെ. സകല നന്മയാലും അനുഗ്രഹിക്കട്ടെ. ആമേൻ.